കേരള സർക്കാരിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ഗാന്ധി പാർക്ക് തുടങ്ങി 35ഓളം വേദികളിലായി 3000-ലധികം കലാകാരന്മാരായി ആഘോഷിക്കാം. കലാപ്രകടനങ്ങൾ കണ്ട് മതിമറക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ വിവിധ നാടൻ കലാരൂപങ്ങൾ അരങ്ങേറുന്നു. നമ്മുടെ ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇവിടെ പതാക ഉയർന്നിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് 5:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശാഗന്ധിയിലെ ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരിതെളിയിക്കും. അതിനുശേഷം ഓണത്തിന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രത്യേക നൃത്താവതരണം ഉണ്ടാകും. തുടർന്ന് അങ്ങോട്ട് ഇവിടെയും ഈ ജില്ലയിലെ 35 വേദികളിലുമായി ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ വിവിധ പരിപാടികൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ എല്ലാ ദിവസവും നിശാഗന്ധി, പടയണി, മുടിയേറ്റ്, പൂതനത്തിറയും, തെയ്യം, ഇതെല്ലാം തോൽപ്പാവക്കൂത്ത്, ഇതിന്റെ എല്ലാം പെർഫോമൻസ് അവതരണം എല്ലാ ദിവസവും നിശാഗന്ധിയിൽ ഉണ്ടാകും. അപ്പൊ അതിലേക്കെല്ലാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദീർഘമായോ ഹ്രസ്വമായോ സംസാരിക്കുന്നില്ല. ഈ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. എല്ലാ തിരുവനന്തപുരം നിവാസികളെ സുഹൃത്തുക്കൾ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അടയാളമാണ് കേരളത്തിന്റെ നമ്മുടെ ഓണം ആഘോഷം. എനിക്ക് പ്രത്യേകിച്ച് അഭിമാനമുണ്ട്. നമ്മുടെ നാട് തലസ്ഥാനത്ത് എൻ്റെ മണ്ഡലത്തിലുമായ ഈ തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ന് ഈ ഓണം പതാകങ്ങൾ എല്ലാവരും മുമ്പിൽ പോയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ അടയാളം പറയുന്നത് ഇതാണ്: എല്ലാവരും ഒരേ സ്പിരിറ്റിൽ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ്. എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഗം നമ്മുടെ നാട് ഓണം ആഘോഷത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന് പങ്കെടുക്കുന്ന ഒരു വലിയ സന്തോഷ അവസരമാണ്. ഞാൻ ലോകം മുഴുവൻ വളർത്തുന്ന സേവനം ചെയ്ത് കണ്ടതാണ്. ഓരോ നഗരത്തിൽ മലയാളികൾ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഓണം എന്ത് പറ്റിയാലും എങ്ങനെയും ഏത് വിധത്തിലും ആഘോഷിക്കും. ആ സ്പിരിറ്റാണ് എല്ലാവരും കൂടിയിരിക്കുന്നത്. മാവേലി പറയുന്നതും നമ്മൾ രാഷ്ട്രീയക്കാരുടെ ജനപ്രതിനിധികൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. നമുക്കൊരു നാട്, ഈ നാട് എല്ലാവരും ഒരുപോലെ ആവണം, എല്ലാവർക്കും പങ്കെടുക്കുന്ന ഒരു സമൃദ്ധിയാണ് ആവശ്യം. അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശമാണ്. അത് ഓണത്തിൻ്റെ മാവേലി വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും മുമ്പിൽ ഞാൻ ഒരിക്കലും കൂടി എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണമാസത്തിന് പറയുന്നു. ഇവിടെ ആരംഭിച്ച ഈ സെലിബ്രേഷൻസ് ഇന്നും നാളെയും ഒക്കെ ഈ വരാമോദങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും. അതിലെല്ലാവരും പങ്കെടുക്കട്ടെ. സന്തോഷത്തോടെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം.